ഹായ് ഹലോ എല്ലാവർക്കും എന്താ ഞാൻ കുറേ പച്ചക്കറിയൊക്കെ വെട്ടി അരിഞ്ഞിരിക്കുന്നതെന്നാ ഓർക്കുന്നെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തീറ്റയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ എന്താ പറയുക, വീട്ടിൽ കുറച്ച് സവാളയുള്ളി, ഇന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച പച്ചക്കറിയുടെ എല്ലാം വേസ്റ്റുകളുണ്ട് കേട്ടോ. അതെല്ലാം നമ്മളിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയത്. കാരണം ഇതെല്ലാം ഞാൻ പിച്ചാത്തി കൊണ്ട് കൊത്തി അരിഞ്ഞ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഈ ചോപ്പർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഭയങ്കര ഈസി ആയിട്ടുണ്ട്. ഈ സവാളയുള്ളി ഇങ്ങനെ കടുപ്പത്തിലിരിക്കുന്ന വലുതായിട്ടിരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഞാനത് ഒത്തിരി ചോപ്പ് ചെയ്തിട്ടില്ല, ഒന്ന് ലൈറ്റായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ചോപ്പറാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോ കേട്ടോ. ഇതുപോലുള്ള വീട്ടിലേക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സവാള ഉള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടിക്ക് കോഴികൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ എക്സാമ്പിളായിട്ട് കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ കോവയ്ക്ക ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മുടെ ഇതേം തന്നെ കോവലയും തന്നെ മുറ്റത്തോട്ടിറങ്ങി പറിച്ചാൽ കേട്ടോ. പറിച്ചിത് അരിഞ്ഞ് കോഴിക്കല്ലേ, നമ്മുടെ കോഴിയല്ലേ, ഇച്ചിരി പച്ചക്കറിയൊക്കെ തിന്നോട്ടെ. അപ്പോൾ അതുകൊണ്ട് കോഴിക്ക് അരിയുന്ന കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാമെന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് തോരനൊക്കെ വെക്കാൻ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഇത്രയും നാളും വാങ്ങിക്കാതിരുന്ന വളരെ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇങ്ങനെയൊക്കെ അരിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഉപകാരപ്രദമായ ഒരു സാധനം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. നമുക്ക് ജോലി ഭാരം കുറച്ചുകൂടെ കുറഞ്ഞു. കാരണം പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞ് കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ എന്തൊക്കെ വേസ്റ്റുകൾ, അതായത് ഞാൻ ഇന്ന് കൂട്ടാൻ വെക്കാൻ എടുത്തതിൻ്റെ എല്ലാം അധികം വന്ന സാധനങ്ങളും ഒക്കെയാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ കോഴികൾക്ക് കൊടുത്താൽ തീറ്റ ചെലവ് കുറഞ്ഞിരിക്കും. അടിപൊളി ഒരു തീറ്റയായിട്ട് അവർക്ക് മാറുകയും ചെയ്യും. അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും എന്നോട് ചോദിക്കത്തില്ലേ, ഞാൻ എങ്ങനെയാണ് തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ മുതലാക്കി എടുക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിത് മുതലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ ഒരു ഉപകാരം ഉണ്ട്. എന്താ പറയുക, നമ്മുടെ കോഴികൾ അപ്പുറത്തും ഇപ്പുറത്തും എങ്ങും കയറിപ്പോകത്തില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് തിന്നോളും. അതിലുപരി ഈ വേസ്റ്റ് നമ്മൾ കൊണ്ട് പുറത്തെവിടെയെങ്കിലും കളയുവാണെങ്കിൽ ഇതവിടെ കിടന്ന് അഴുകി ഇതിൻ്റെ ഒരു തണുപ്പൊക്കെ വരും. തണുപ്പൊക്കെ വന്നിട്ട് ഈ ചൂടുകാലമല്ലേ, അവിടെ വന്ന് പാമ്പും പരതാലിയും ഒക്കെ ഇരിക്കും. അങ്ങനെയൊന്നും ഇരിക്കാതെ നമ്മുടെ വീട് പരിസരം വൃത്തിയായി കിടക്കുകയും ചെയ്യും. നമ്മുടെ കോഴികൾ നമുക്ക് മുട്ട തരുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ തീറ്റ ചെലവ് കുറയ്ക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും കമൻറ്റ് എഴുതിയിടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾക്ക് എന്താ ഇത്ര ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മടി? ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള കോഴികൾക്ക് കൊടുക്കുക. ചൂട് സമയത്ത് ഇവർക്ക് വളരെ ഉപകാരപ്രദമാകും. നല്ല തണുപ്പ്, സവാളയും വെള്ളരിക്കയും ഒക്കെ നല്ല തണുപ്പുള്ള സാധനങ്ങളല്ലേ.